കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി ഹൃദയംഗമായി ദൈവത്തോട് നന്ദി പറയുകയാണ്. ഇപ്രകാരം നിങ്ങൾ ദൈവവചനം കേൾക്കുവാനായിട്ട് ഒരുങ്ങി കാത്തിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോട് ഏവരോടുമുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദി, സ്നേഹം അറിയിക്കട്ടെ. തുടർച്ചയായി ദൈവവചനം പഠിക്കുവാനായി നിങ്ങളെടുക്കുന്ന എല്ലാ താല്പര്യത്തെയും ദൈവം മാനിക്കും. വരും ദിവസങ്ങളിൽ പ്രതിഫലം നൽകി ദൈവം ആദരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ ഓരോരോ ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് വരെ ചിന്തിച്ച് നിർത്തിയത്. താമ്ര യാഗപീഠത്തിൽ അഥവാ ദേവാലയത്തിൻ്റെ ആദ്യ ഭാഗത്തിരിക്കുന്ന താമ്ര യാഗപീഠത്തിലെ ഉപകരണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പ്രധാനമായിട്ടും 5 ഉപകരണങ്ങൾ അതിൻ്റെ ആക്സസറീസായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലെ ആ ഓരോ ഭാഗങ്ങൾക്കും ഓരോരോ കാര്യങ്ങൾക്കും ഉദ്ദേശങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഓരോ ഉപകരണങ്ങളെക്കുറിച്ചും അതിൻ്റേതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം ദേവാലയത്തിൽ അത് നൽകിയിരുന്നത്. നമുക്ക് 5-ാമത്തെ ഉപകരണമായി പഠിക്കുവാൻ കഴിയുന്നത് കിണ്ണൻ ആണ്. നമ്മൾ ആ ഭാഗം പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അതവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെയുള്ള ഒരു ചെറിയ ഉപകരണമാണെങ്കിൽ പോലും അത് ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, യാഗം കഴിഞ്ഞതിന് ശേഷമുള്ള യാഗരക്തം കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ് ഇവിടെ കിണ്ണനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ആ യാഗം കഴിയുമ്പോൾ താമ്രയാഗപീഠത്തിൽ ദഹിപ്പിക്കപ്പെടുന്ന മാംസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രക്തം ഒരു കിണ്ണനകത്ത് എടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്രകാരം ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കിണ്ണനകത്ത് രക്തമാണ് നിറയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നു, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ താമ്ര യാഗപീഠത്തിൽ നിന്ന് നിരന്തരമായി ഒരു ഉപയോഗം വരുന്ന ഒരു വസ്തുവാണ് കിണ്ണൻ. അതിനകത്ത് രക്തം നമുക്ക് പകർന്നെടുക്കുവാനായിട്ട് കഴിയും. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, രക്തം പ്രായശ്ചിത്തമായി എന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. രക്തം ദൈവത്തിൻ്റെ വചനപ്രകാരം മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്തമായി ഒരു മൃഗത്തിൻ്റെ രക്തം മാറിയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം അതിനേക്കാൾ എത്രയോ നന്മയാണ് അതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. അത് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി മാറുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കാവുന്നതാണ്. നമ്മൾ ദൈവവചനത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ബലഹീനനും ഉണ്ടാകാതിരിക്കുവാനായിട്ട് കാരണം അവർ രക്തത്തിൽ മറഞ്ഞിറങ്ങി എന്നുള്ളത് കൊണ്ടാണ്. അവർ മരുഭൂമിയിൽ ദീർഘവർഷക്കാലം സഞ്ചരിച്ചെങ്കിലും അവരിൽ ആരും രോഗികളായിട്ട് കിടന്നതായിട്ടോ അവരാരും ബലഹീനരായി അവർ യാത്ര ചെയ്യാതിരുന്നതായിട്ടോ ഒന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. നമ്മൾ 105-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവരുടെ ഇടയിൽ യാതൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നാണ് കാണുന്നത്. 105-ാം സങ്കീർത്തനം അതിൻ്റെ 37-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ഊനനും ഉണ്ടായിരുന്നില്ല, ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ മറയപ്പെടുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തത്താലുള്ള രോഗസൗഖ്യം കർത്താവ് നമുക്ക് ദാനമായിട്ട് തരും എന്നുള്ളത് നിഷ്തർക്കമായിട്ടുള്ള കാര്യമാണ്. അതുകൂടെ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ദൈവവചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് വളരെ പ്രതിപാദനങ്ങളുണ്ട്. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം വിലയേറിയ രക്തമാണ് എന്ന് 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതൊരു വിലയേറിയ രക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും അതുപോലെ തന്നെ 7-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അത് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം,
ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തത്തിന് വളരെ പ്രാധാന്യം വേദപുസ്തകം നൽകുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അത് സഭയെ സമ്പാദിച്ച ക്രിസ്തുവിൻ്റെ രക്തമായി പറഞ്ഞിരിക്കുന്നു. മൂന്നാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം അത് നീതീകരിക്കുന്ന രക്തമാണ് എന്ന റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോഴും 11-ാം വാക്യം വായിക്കുമ്പോഴും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ രക്തം അത് അതിക്രമങ്ങളുടെ മോചനം തരുന്ന രക്തമാണ് എന്ന് എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയും. അത് അതിക്രമങ്ങളുടെ മോചനം തരുന്ന രക്തമാണ്. നാലാമതായിട്ട് നമുക്ക് അങ്ങനെ പഠിക്കുവാൻ കഴിയും. അഞ്ചാമതായിട്ട് അത് നിത്യ നിയമത്തിൻ്റെ രക്തമാണെന്നാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം വായിക്കുമ്പോഴും അതുപോലെ തന്നെ എക്സോഡസ് ചാപ്റ്റർ 24 പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നു അത് നിയമത്തിൻ്റെ രക്തമാണ്, അഥവാ നിത്യ നിയമത്തിൻ്റെ രക്തമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ രക്തം അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കതവിടെ കാണുവാൻ കഴിയും. ആറാമതായി അത് ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഏഴാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു കൊലോസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു അത് നിരപ്പിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എഫെസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു തൻ്റെ രക്തത്താലാണ് ദൈവത്തോട് മനുഷ്യനെ നിരപ്പിച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നത്. എട്ടാമതായിട്ട് നമുക്ക് ആ വാക്യത്തിൽ തന്നെ എഫെസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ സമീപസ്ഥരാക്കിയത് യേശുവിൻ്റെ രക്തം മൂലമാണ്. ദൂരസ്ഥരായിരുന്ന നമ്മൾ, ദൈവത്തിൽ നിന്ന് വളരെ അകന്നിരുന്ന നമ്മളെ സമീപസ്ഥരാക്കി മാറ്റുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അതുമാത്രമല്ല എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ 9-ാമതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് പിതാവായ ദൈവത്തിങ്കിലേക്ക് ഒരു പ്രവേശനവും ഇല്ലാതിരുന്ന മനുഷ്യർക്ക് അവിടേക്ക് പ്രവേശനം ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താലാണ്. അതുമാത്രമല്ല ലോകത്തിൽ ഇനിയും വരാനിരിക്കുന്ന പീഡനകാലത്ത് ഒരു കൂട്ടം ആളുകൾ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി നന്നായി അലക്കി വെളുപ്പിച്ചവർ എന്ന് മഹോപദ്രവ കാലത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 7-ാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത് അങ്കി അലക്കി വെളുപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തത്തിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല 11-ാമതായി കാണാൻ കഴിയുന്നത് സാത്താനെ ജയിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന വഴി യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് സാത്താനെ നമുക്ക് ജയിക്കാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് സാത്താന്റെ മേൽ ജയമുണ്ട്. അവർ യേശുവിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു എന്ന് പറയാറുണ്ട്. സാധാരണയായിട്ട് പല ആളുകളും നമ്മൾ ചിന്തിക്കാറുണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തം 2000 വർഷങ്ങൾക്ക് മുൻപേ അത് ഉണങ്ങിപ്പോയില്ലേ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് ജീവനായി വ്യാപരിക്കുകയാണ്. മാംസത്തിൻ്റെ രക്തം ജീവൻ രക്തത്തിലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായി തീരും എന്നുള്ള കാര്യം ഓർക്കുക. അതുമാത്രമല്ല 12-ാമതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് നമ്മളെ രാജകീയ പുരോഹിതന്മാരാക്കി തീർത്തത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് 1-ന്റെ 6 പറയുന്നത് അവൻ നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല 13-ാമതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അത് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ
രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ഒരു ഗുണവും ആരും പറയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, നമ്മുടെ ഗുണം മാത്രം കാണുന്ന, നമ്മുടെ സകല പാപങ്ങളെയും രക്തം കൊണ്ട് മറയ്ക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല 14-ാമതായിട്ട് യേശുക്രിസ്തു തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, ഇത് പുതിയ നിയമത്തിന്റെ രക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ അത് പുതിയ നിയമത്തിന്റെ രക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ കിണ്ണനകത്തേക്ക് രക്തം എടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അത് യാഗപീഠത്തിൽ നിന്ന് അഥവാ ആ യാഗവസ്തുവിൻ്റെ ചോരയാണ് എടുക്കുന്നതെങ്കിലും അത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല യാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സ്ഥലത്തെയും ഉപയോഗങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും 7 പ്രാവശ്യം അത് തിരശ്ശീലയ്ക്ക് മുമ്പിൽ തളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇപ്രകാരം നമുക്ക് ഈ കിണ്ണന്റെ ഉപയോഗം വളരെ വിലപ്പെട്ടതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഓർമ്മിപ്പിച്ചു വന്നത് 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ കുറിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ കിണ്ണനകത്തിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ നിഴൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഏകദേശം 10-14 കൂട്ടം കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യം, യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ദൈവവചനത്തിൽ തന്നെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ പരിശുദ്ധ രക്തത്താൽ മാനവജാതിയുടെ വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചിരിക്കുന്നു. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു. സാത്താനെ ജയിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താലാണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിന്റെ രക്തത്തെ തള്ളിക്കളയാനായിട്ട് കഴിയത്തില്ല. മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ടായിരുന്നു. മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്നും ലോകത്തിൽ മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറമായി പരിവർത്തിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. സാധാരണയായി നമ്മളൊക്കെ വിശ്വാസികൾ സാധാരണയായി രക്തത്താൽ ജയമെന്നോ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എന്ന് ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കെങ്കിലും അത് ഭോഷത്വമായി തോന്നാം. എന്നാൽ ഞാനൊരു കാര്യം പറയാം, പലപ്പോഴും സാത്താൻ ഭയപ്പെടുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തെയാണ്. എൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ആ വിധത്തിലുണ്ട്. പലപ്പോഴും സാത്താനും അല്ലെങ്കിൽ ഭൂതാത്മാക്കൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭൂതാത്മാക്കളുമായി ആത്മീയമായി യുദ്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം എന്ന് പറയുമ്പോൾ സാത്താൻ വിറയൽ പിടിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഇത് പറയുന്നത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് ഉള്ള വാക്കുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. വിശ്വാസത്താൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് വിശ്വാസമില്ലാതെ ഉപയോഗിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ ഭൂതാത്മാക്കൾ വിറയ്ക്കുന്നതും അത് അവരുടെ ശരീരത്തിൽ നിന്ന് ആ ഭൂതാത്മാക്കൾ വിട്ടുപോകുന്നതും കാണുവാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ വില എത്ര വലുതാണ്. മനുഷ്യർക്കാർക്കും ലോകത്തിന്റെ മണ്ഡലങ്ങളിൽ ഭൗതിക മണ്ഡലങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലുമേ ഈ യേശുവിന്റെ രക്തത്തിന്റെ വില യഥാർത്ഥമായി അറിയാൻ കഴിയത്തില്ല. എന്നാൽ ആത്മജീവികളായി ആത്മമണ്ഡലങ്ങളിൽ ജീവിക്കുന്ന ഭൂതാത്മാക്കൾക്ക് സാത്താന് ഒക്കെ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില എന്താണെന്നറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവന് ക്രൂശിന്മേൽ വെച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു കളഞ്ഞ അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയോത്സവം കൊണ്ടാടി
കഴിഞ്ഞപ്പോൾ ആത്മമണ്ഡലത്തിൽ അത് സാത്താന് നല്ലതുപോലെ അറിയാം. അവന്റെ ആയുധം പിടിച്ചു വാങ്ങപ്പെട്ടിരിക്കുന്നു. അവന്റെ ആയുധത്തിന് ഇനിയും സ്ഥാനമില്ല. ദൈവത്തിന്റെ മക്കളെ, അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് എല്ലാറ്റിനുമേലും നമുക്ക് ജയമുണ്ട്. അവിടെ ഒരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയുന്നു. അവരുടെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി എന്നാണ് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദന സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യം പുരാതന കാലഘട്ടങ്ങളിൽ സാധാരണയായി ഈവൻ ദാവീദിന്റെ കാലഘട്ടത്തിൽ പോലും ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. യുദ്ധത്തിൽ ജയിച്ചു വരുന്ന ആളുകൾക്ക് തോറ്റ പടയാളികളെയും അതുപോലെ തന്നെ അവരുടെ സൈന്യാധിപനെയും പിടിച്ച് അവരുടെ പുറകെ നടത്തുവാനായിട്ട് അവകാശവും അധികാരവും ഉണ്ടായിരുന്നു. അവരുടെ തോറ്റ സൈന്യത്തിന്റെ സൈന്യാധിപനെ പിടിച്ച് ആയുധം വാങ്ങി അവരുടെ കയ്യിൽ അത് കുനിച്ചു പിടിച്ചും കൊണ്ട് ഈ ജയിച്ചവരുടെ പുറകെ നടക്കണം. അങ്ങനെ നടന്നു വരുമ്പോൾ റോഡിന്റെ ഇരുഭാഗങ്ങളിലും ആളുകൾ നിന്നുകൊണ്ട് അവരെ പൂഴിവാരി എറിയുവാനോ അവരെ അസഭ്യം പറയുവാനോ തോറ്റ ആളുകളെ പരസ്യമായി അപമാനിക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലഞ്ചര ഇറങ്ങി വരുന്ന ദാവീദ്, അദ്ദേഹം തോറ്റോടി പോകുന്ന ഒരു സന്ദർഭമാണെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ശിമെയി ചെന്ന് പൂഴിവാരി എറിഞ്ഞും കൊണ്ട് അവനെ ശപിക്കുന്നത് കാണുവാൻ കഴിയും. ഇപ്രകാരം ആത്മമണ്ഡലത്തിൽ ഒരു വിജയം കൈവരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ സാത്താന്യ ലോകത്തെ മുഴുവൻ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അവന്റെ പരിശുദ്ധ രക്തത്താൽ അവന് ജയം കൈവരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ആരും തന്നെ സാത്താന്റെ അടിമകളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ റോമാലേഖനം 15:20 നമ്മൾ വായിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു വസ്തുത, നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം ആ കിണ്ണത്തിൽ യേശുക്രിസ്തുവിന്റെ രക്തം ഉണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടെ നാം എടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ മേൽ വിജയം തരും എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ യാഗബലിയിൽ അഥവാ കാൽവറിയിൽ നടന്ന യാഗബലിയുടെ ഒരു ശേഷിപ്പ് കിണ്ണത്തിൽ നമുക്ക് തന്നിരിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തമാണ്. വിശ്വാസത്താൽ നമ്മളിലേക്ക് അത് പകരപ്പെടുവാനായി, വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ അത് തളിക്കപ്പെടുവാനായി, വിശ്വാസത്താൽ അത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സാത്താനെ ജയിക്കുന്ന പരിശുദ്ധ രക്തമായി നമുക്ക് അവകാശമായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും സാത്താനാൽ വഞ്ചിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഇങ്ങനെയുള്ള ആത്മീയമായ മാർമീയ സത്യങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ സാത്താന്റെ അടിമത്വത്തിൽ, സാത്താൻ നമ്മുടെ വീട്ടിൽ രോഗങ്ങൾ കൊണ്ടുവരുന്നു, കടഭാരങ്ങൾ കൊണ്ടുവരുന്നു, സാത്താൻ വീണ്ടും വീണ്ടും അവൻ നമ്മുടെ ഭവനങ്ങളെ, വ്യക്തികളെ ഒക്കെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തുവിന്റെ രക്തം പറയുക. രാത്രിയിൽ കിടക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുർസ്വപ്നങ്ങൾ കാണുന്ന പതിവ് ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം. ഞാനൊരു കാര്യം പറയാം, യേശുക്രിസ്തുവിന്റെ രക്തം എന്നുള്ളത് വിശ്വാസത്താൽ എന്ന് പറഞ്ഞു നോക്കിക്കേ. വിശ്വാസത്താൽ പറയുമ്പോൾ നിങ്ങൾക്ക് അനുഭവമായി കാണുവാൻ കഴിയും. ആമേൻ. നിങ്ങൾക്ക് യാതൊരു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അവർ നിന്നോട് അടുത്തു വരികയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത നാമേൻ ആവോളം നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല, നമുക്കറിയാം സംഹാരകന്റെ കയ്യിൽ നിന്ന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുന്നതിന്റെ തലേ ദിവസം ദൈവം അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ കട്ടളക്കാൽ 2 കുറുമ്പടി മേലും രക്തം പുരട്ടുവാനായി പറഞ്ഞതാണ്. ദൈവമക്കളെ, രക്തത്തിന്റെ മറവിൽ അവർ മറഞ്ഞിരുന്നു. അവരാരും ഒന്നും അറിഞ്ഞില്ല. സംഹാരകൻ അവിടെ കടന്നു വന്നു. ആ സംഹാരകൻ അവരെ മുഴുവനായി തകർത്ത് കളയാമായിരുന്നു. എന്നാൽ ആ സംഹാരകന്റെ കയ്യിൽ നിന്ന് ആ രക്തമാണ് അവരെ വിടുവിച്ചത്. അഥവാ രക്തം അതുമായിട്ട് ഡീൽ ചെയ്യുകയായിരുന്നു. അവരൊന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ രക്തത്തിന് വിടുതലുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സാത്താനുമേ ജയമുണ്ട്. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. അത് നമുക്ക് വിശ്വാസ
വിശ്വാസത്താൽ പ്രാപിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ശേഷം ജീവന